ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടേ സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങയുടെ പ്രതികരണം എന്താണ്? ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, പത്രത്തിലൂടെയൊക്കെ അറിയണം. ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പറഞ്ഞു കേൾക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് അങ്ങക്ക് തോന്നുന്നത്? എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എരിയും പുളിയൊക്കെ വേണ്ടേ, അതിനു വേണ്ടിയാ. അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല. എരിവും പുളിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഈ ചലച്ചിത്രങ്ങളിലെ സ്ത്രീകൾ വലിയധികം ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരണം? അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും. നടപടിയെടുക്കണമെന്നൊരാവശ്യം അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ്. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. അങ്ങ് കുറേ വർഷമായിട്ട് ചലച്ചിത്ര മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിലിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും വന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? അതറിയില്ല, സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല. നമുക്കറിയില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉറപ്പല്ലേ, അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം അല്ലേ, പിന്നെ നല്ലതല്ലേ. മറ്റൊരു കാര്യം, ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത്. എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല, പിന്നല്ലേ ബംഗാളി. ചലച്ചിത്ര അക്കാദമിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്തരം ആരോപണം. ആർക്ക് വേണ്ടി എന്ന് പറയല്ലോ, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നത് അതല്ലേ, നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പവും. അങ്ങനെയുള്ളവരെ കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരൽ കൊണ്ടുപോകണല്ലേ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല. അതുകൊണ്ട് ഇതിനകത്ത് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത്. അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ്. ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്ന് നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല, അവർ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ വിടുവോ അവരെ? എല്ലാവർക്കും നേരിട്ട് മോശം അനുഭവം പറയുമ്പോഴേ അക്കാര്യത്തിലൊരു നടപടി കാര്യക്ഷമമായി ഉണ്ടാകണം എന്നുള്ളതല്ല. അതങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ നിയമവ്യവസ്ഥിതിയൊക്കെ അത്രയും ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. പ്രതീക്ഷ തന്നെയാണ്, നല്ല ശുഭപ്രതീക്ഷയാണ് എല്ലാത്തിനും. സർക്കാർ ഇടപെടണമെന്ന് അങ്ങ് പറയുകയാണ്. സർക്കാരാണല്ലോ ഇതിൻ്റെയൊക്കെ നോക്കിയതൊക്കെ, അവർ തന്നെ ആയിരിക്കുമല്ലോ അപ്പം മറുപടി. എനിക്കറിയില്ല. പരീക്ഷ ഉഷാറായി എടുത്തിട്ടെ. താങ്ക് യു.